നിർത്ത. എന്താ ഇവിടെ ആരുമില്ലേ? ആർബി ഇന്ന് ഇവിടെ കാണാന്ന് പറഞ്ഞിരുന്നു. കാര്യമൊന്നും അറിഞ്ഞില്ലേ? അയാൾ ഇന്നലെ അറസ്റ്റ് ചെയ്തു. ഹവാല കംപ്ലീറ്റ് സ്വത്തുക്കളും കണ്ടുകെട്ടിയിരിക്കുക. എന്റെ ദൈവമേ, അളിയൻ ഇനി പുറലോകം കാണാൻ കുറച്ചു കാലം എടുക്കും. കോടികളുടെ വെട്ടിപ്പല്ലേ നടത്തിയിരിക്കുന്നത്. അല്ല, നിങ്ങളാരാ? തെച്ചിക്കാട് അച്യുതമേനോൻ. അല്ല, അച്യുതൻ നായർ പിള്ള. എന്നെ ഇന്ന് താൻ കണ്ടിട്ടേ ഇല്ല. വിട്ടോ. അമ്മേ, 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 അതിരേ, അമ്മേ. എന്താടാ? എന്നെ അന്വേഷിച്ച് ആര് വന്നാലും ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയണം. മനസ്സിലായി? എന്താ വല്ല കുഴപ്പമുണ്ടായോ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞനുസരിച്ചാ മതി. പോലീസ് അങ്ങനെ ഉണ്ടോ? പോലീസ് നിന്റെ എവിടെ ഞാനത് വിളിക്കുക? ഒളിക്കാനാണെങ്കിൽ തട്ടുംപുറത്ത് കിടക്കുന്ന പത്തായത്തിൽ കയറിക്കോ. നീ അടിക്കാൻ ഓടിച്ചപ്പോ ഞാൻ ഒളിച്ച സ്ഥലമാണ്, നല്ല സ്ഥല. എന്നെ ഉൾക്കൊള്ളൂ. പിന്നെ വലിയ പത്തായല്ലേ, നീ ഇങ്ങോട്ട് കേറി വാടാ. ഡൽഹിക്ക് പോയി എന്ന് പറഞ്ഞാ മതി. വരാൻ 1 മാസം കഴിയുമെന്ന്. വാടാ. എന്ത് പുക്കാറാണാവോ? ആരെങ്കിലും തട്ടിച്ച് കാശടിച്ചിട്ടുണ്ടാവും. ഒന്ന് അച്ചുകുട്ടിനെ പുറത്തേക്ക് വിളിച്ചേ. അവൻ ഇവിടെ ഇല്ല. അതും കേട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അകത്ത് കയറി ഞങ്ങൾ എന്നെ തരണോ? ഇവിടെ ഉണ്ട് അറിഞ്ഞിട്ട് എന്നെ വന്നത്. ഒന്നും വിളിച്ചേ. ഇവിടെ വന്നിട്ടില്ല. ഇത് സ്ത്രീകൾ മാത്രമുള്ള വീടാ. അകത്ത് നോക്കാനൊന്നും പറ്റില്ല. മോളെ, മര്യാദകേട് കാട്ടാൻ മടിയുള്ളതുകൊണ്ട് തന്നെയാ പറയണത്. നിങ്ങൾ തന്നെ ചെന്ന് പുറത്തേക്ക് വരാൻ പറയുവനോട്. സമയം പോക്കണ്ടപ്പാ. ബിച്ചു കയറി നോക്കണം. അച്യുതൻകുട്ടി ആർക്കാടാ കണ്ടത്? ആർക്കാടാ കണ്ടത്? ഇവിടെ ഉണ്ടെങ്കിൽ കാണുന്നേ പറഞ്ഞോളൂ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിനകത്തേക്ക് എന്റെ അനുവാദം ഇല്ലാണ്ട് കയറിയ കാര്യം ഞാൻ വിട്ടു. അച്യുതൻകുട്ടിയെ കാണുന്ന വെച്ചാലേ ആരെങ്കിലും രണ്ടാൾക്കാരെ തട്ടുമ്പുറത്തേക്കല്ലേ. അവനെ ആ പത്തായത്തിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. തലക്ക് സ്ഥിരതയില്ലെങ്കിൽ യശോദര നുണ പറയാറില്ല. കൊണ്ടുപോ. വളരെ ഉപകാരം സ്വാമി. സ്വാമി നിന്റെ അമ്മ കൊണ്ടുപോടാ പട്ടി. ഇവര് കൊന്നിട്ടില്ല, ഞാൻ തിരിച്ചു വരും തള്ളേ. See you. കൃഷ്ണമാറേ, ഒന്നും മയത്തില് വേണേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ. മീശ ഡൈ ചെയ്തില്ല. എന്താ ഇത്? പടന്നയ്ക്കാൻ പറമ്പില് ഷൺമോഹന്റെ മോൻ ശിവാനന്ദ ഉലുവ 20,000 ശമ്പളവും പിന്നെ അപ്പിടി ഇപ്പിടി യാത്രാപ്പടി ഇനത്തിൽ 5 വേറെയും തന്ന് നിന്നെ ഞാൻ ഇവിടുത്തെ ലേസൺ ഓഫീസർ എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ട് വളർത്തി പുഷ്ടിപ്പെടുത്തുന്നത് എന്റെ 6ാം ഭാര്യക്ക് തോണ്ടിക്കളിക്കാനല്ല. കുട്ടിയിരുന്നുള്ളൂ. ഇരിക്കാൻ. നീ വാ. ചിങ്ങണ്ണി, നീ ആ ചീരന്റെ അവിടുത്തെ ജോസഫേട്ടനോട് NH നമ്മൾ വാങ്ങാൻ പ്ലാനിട്ട സ്ഥലത്തിന്റെ ബ്രോക്കറായി ചോദിച്ചോടാ. പറയടാ ശിവാനന്ദ. അതെ. തെണ്ടിത്തരം കാണിക്കുകയും ഒരു ഉളുപ്പില്ലാണ്ട് അത് സമ്മതിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ നീ ഇന്ത്യൻ പാർട്ടിയാണല്ലോടാ. കപത്തിനടിയിലായ കാലട നക്കിയെടുക്കുന്ന നാറിന്നൊരു പേരുണ്ടായിരുന്നു വെണ്ടർ ശിവൻപിള്ള എന്ന എന്റെ ഫാദറിന്. എനിക്ക് നക്കല് ബുദ്ധിമുട്ടായതുകൊണ്ടാ നിന്നെ പോലുള്ള സാറുമാരെ ഞാൻ വർക്കിന് വെച്ചിരിക്കുന്നത്. സാറിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ എന്റെ സാറുമാര് നക്കിയെടുക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാവണം. അല്ലാണ്ട് ഓണത്തിനിടയിൽ ഫാസ്റ്റ് ഫുഡ് നടത്തി ലാഭം അടിക്കുന്ന 2nd നമ്പർ പണി ചെയ്യുന്ന ഷൺമോഹന്റെ മോനെ കൃഷ്ണകുമാറിന് ആവശ്യമില്ല. പൊക്കോ, പോടാ, ഇറങ്ങി പോടാ. സാർ ഫോൺ. ആരാ? കൊച്ചുണ്ണി സാർ. ആ അളിയാ വണക്കം. ആ കിതക്കുന്നോ? അതൊരു സ്റ്റാഫിനെ പിരിച്ചുവിട്ടതാ. ശാരീരിക നടപടിയായിരുന്നു. ആ ചെസ്റ്റിന് കാല്. അളിയാ ദുബായിന്ന് നീ നിന്റെ ബോഡി എപ്പോ കൊണ്ടുവന്നു? സാർ മേത്ത. ആരുടെ മേത്ത്? അല്ല സാർ, ബോംബെന്ന് മേത്ത. ബോംബെന്ന് മേത്തയോ? അളിയാ നില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞ മേത്തല്ലേ? സാർ സംസാരിക്കേ. സാർ സംസാരിക്കുന്നു. സംസാരിക്കേ. സാർ സംസാരിക്കും. വല്ല ഇമ്പോർട്ടന്റ് മാറ്റർ ആയിരിക്കും. സംസാരിക്കേ. സാർ ഇംഗ്ലീഷ് ആണെങ്കിൽ സംസാരിക്കാൻ പാടില്ലേ? അതല്ലേ സാറിന് വെച്ചത്? എന്നാ ഹിന്ദി സംസാരിക്കും. അയ്യോ, ഞാൻ ഹിന്ദി ഫോണിൽ കൂടെ സംസാരിക്കില്ല. എനിക്കറിയില്ല. സംസാരിക്കേ. Hello, Mehta. Good morning. Tell me. ഹലോ മേത്ത. കൃഷ്ണകുമാർ ഹിയർ. അളിയാ, ഞാൻ തിരിച്ചു വിളിക്കാടാ. രാവിലത്തെ ലക്ഷണം കണ്ടിട്ട് ഇന്നിതിൽ പണി കൂടുന്ന തോന്നണേ. പണിക്കാരെത്തി. ഇങ്ങോട്ട് വാടും. അയ്യോ, തെച്ചിക്കാട്ട അച്ചൻകുട്ടി സാറല്ലേ?
അതെ അപ്പൊന്നെ അറിയാല്ലേ? അയ്യോ പിന്നെ എന്നെ അറിയുമെന്നതിൽ അത്ഭുതമില്ല, അറിയണമല്ലോ. പൊളിറ്റിക്കൽ ഫീൽഡിന്റെ ഒരു അഡ്രസ്. സി കൃഷ്ണകുമാർ, ബിസിനസ് ഫീൽഡ് ആകുമ്പോ ഈ പണത്തിന്റെ ഡീലിങ്സ് എന്ന് പറയുന്നത് ഞാൻ പറയാൻ തന്നെ അറിയാമല്ലോ. ഇവരുടെ ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്ന സംഖ്യ അതൊരു തുകയാണോ? അതൊരു തുകയാണ്. ആളെ ഒരു 5 മിനിറ്റ്, 5 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ബസ്സുകൂലി ലാഭിക്കാൻ കുന്നും പാടവും കയറി 5-8 മൈൽ നടക്കുന്ന സിസ്റ്റർ അങ്ങാടിയിൽ വന്നൊരു സവാരി വിളിച്ചതിന്റെ ഒരു സംഭവം അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. എന്താ പ്രൊമോഷൻ വല്ലതും ആയോ സിസ്റ്ററെ? ആയി ബ്രദറെ, സിസ്റ്റർക്ക് പ്രൊമോഷൻ കിട്ടി, ഡോക്ടറെ. വേറെ വിശേഷമൊന്നുമില്ലെങ്കിൽ കുട്ടം പോ. ഓഹോ, എന്താ കുട്ടിയെ ഈ നേരത്തെ? എന്താ വല്യമ്മാമേ, ഇത് വീട്ടിൽ കേറി വരാൻ പറ്റിയ നേരമല്ലേ? ഓ ഭാമയാണല്ലേ. എന്താ കഴിഞ്ഞോ നിന്റെ? ഇല്ല, ഇനി തുടങ്ങാൻ പോവല്ലേ. ഇപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെയല്ലേ? ഭാര്യ വീട്ടുകാര് പടി അടച്ചോ? അജപ്രസംഗേ നാക്കിൽ വരൂ. വാടോ. വന്നോടാ അമ്മയുടെ കണ്ണൻ. എന്നതാ അമ്മച്ചി, സുഖാന്നോ? എന്ത് ഭാഷയാടി ഇത്? അച്ചായത്തി പിള്ളേരുടെ ഗ്യാങ്ങില് കൊല്ലം കുറച്ചായില്ലേ? ചെറിയമ്മയുടെ കുട്ടാ, ഇതാരിത്? മാതാ യശോധരാനന്ദ. എന്താ സ്ഥിതി, കുറവുണ്ടോ? നല്ല കുറവല്ലേ? ഈ ഒരു പെട്ടിയുള്ളൂ. അതിൽ കൈവെക്കണ്ട. കഴിഞ്ഞ തവണ എന്റെ പെട്ടി കൊണ്ടേ കിണറ്റിലിട്ടത് മറന്നിട്ടില്ലേ ഞാൻ. ഇനി ചെറിയമ്മ അങ്ങനെ ചെയ്യില്ല കുട്ടാ. നിന്റെ വല്യമ്മാവനും പിന്നെ മറ്റേ കാർക്കോടകൻ അച്ചൂട്ടിയും അവരെ ഒരു ദിവസം ഞാൻ കിണറ്റിലിട്ട് മൂടും. അങ്ങനെ ഉപകാരമുള്ള വല്ലതും ചെയ്യും. ഞാൻ എടുത്തോളാം മോളെ. ഞാൻ യശോദരേ, വാ മോളെ. ബാമ വന്നോ? ഇല്ല, ഇത് ഭദ്രയാ. ഓ എനിക്ക് നന്നായി തിരിയും രണ്ടാളുടെയും സ്വരം. ഓ സിസ്റ്റർ വരാൻ എത്ര മണിയാവും? നടന്നു വരണ റൂട്ടൊക്കെ ഇപ്പൊ മാറ്റിയിരിക്കണു. എപ്പോഴാ നിങ്ങളുടെ ഏട്ടൻ കാശ് വാങ്ങി പറ്റിച്ച ആൾക്കാര് മുന്നിൽ വന്ന് ചാടുകയെന്ന് അറിയില്ലല്ലോ. പാവം, അതൊരുത്തി അനുഭവിക്കുന്നതിന് കയ്യും കണക്കുമില്ല. അതെ, ഈ തെച്ചിക്കാട്ടിലെ അച്ഛൻകുട്ടിയുടെ വീട് എവിടെയാ? അതെ, നേരെ കിഴക്കോട്ട് പോയാ മതി. കൊറേ ദൂരം പോണം. ഇതുവരെ ഓരോരുത്തർ പറഞ്ഞു പടിഞ്ഞാട്ടെന്ന്. ഇപ്പൊ കിഴക്കോട്ടായോ? ഏത് പാതാളത്തിലാണ് ഈ എരപ്പൻ താമസിക്കണതാവോ? നിങ്ങൾ എന്താ അവിടെ തെരയണേ? ഞമ്മന്റെ ഒരു കമ്മല് പോയി. ഞാനും കൂടണോ തെരയാൻ? കിട്ടിച്ചവലേം തന്നാ മതി. ഇത് മുക്കിന്റെയാ. ഇതിനാണ് ഇങ്ങനെ മാന്തി പരതണ്. അല്ലമ്മ, ഈ അച്ഛൻകുട്ടി അച്യുതൻകുട്ടി മയ്യത്തായി പോയി. എന്താടി, പേടിച്ചോ? പേടിക്കില്ലേ പിന്നെ. അതുപോലെ ഒരു മാരണത്തിന്റെ രക്ഷപ്പെട്ട് ഓടി വരിക. എപ്പ എത്തി? ദാ ഇപ്പോ 5 കൊല്ലത്തെ അഭ്യാസം തീർത്തിട്ട് തിരിച്ചു വന്നു. എന്തോ ഒരു വലിയ സമാധാനം നിന്നെ കണ്ടപ്പോ. ചെല്ല്, പോയി മേല് കഴുകോ വല്ലം കഴിക്കുക. എന്താന്ന് വെച്ചാ ഇരുന്ന് പറയാൻ കഥകള് കൊറേയുണ്ട്. നല്ല ആളായിരുന്നു അല്ലേ? പാവായിരുന്നു. അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കണം തോന്നോ? നീ പൊട്ടിയോ? ഇറങ്ങി പൊയ്ക്കൂടായിരുന്നു നിനക്ക്? നല്ല കഥ. എന്റെ സുഖം നോക്കി സകലരെ മറന്നിട്ടങ്ങോട്ട് പോവാനോ? പിന്നെ നീ കരുതണ പോലെ ഇഷ്ടമൂത്ത് നിൽക്കുന്നതായിരുന്നില്ല ഞാൻ. ബാധ്യതയും ഭാരവും ഒന്നും ഇല്ലാണ്ട് അതങ്ങ് നടന്നു കിട്ടുമെങ്കിൽ ആട്ടേന്ന് വെച്ചു. ദുഷ്ടനായാള് അച്ചുവേട്ടൻ.
ഇറങ്ങി വന്നേ. കൃഷ്ണകുമാർ സാറേ, എന്താ അച്ചുകുട്ടി സാറേ? എന്റെ വീടും പറമ്പും സാറിന്റെ പേർക്ക് എഴുതിപ്പിക്കാനുള്ള പ്ലാൻ ഇട്ടിരിക്കുക അവര്. ഈശ്വര, ആ പ്ലാനിന്റെ പുറകിൽ ഞാൻ തന്നെയാണ് സാറേ. ഒരിടത്തിന്റെ ഡോക്യുമെന്റ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിൽ 2 ലക്ഷം രൂപയ്ക്ക് പണയത്തിലല്ലേ? ആ തുകയും പലിശയും കൊടുത്ത് ഡോക്യുമെന്റ് റിലീസ് ചെയ്യണം. പണം ഞാൻ തരാം. അതെന്നിട്ട് ഞാൻ പറയുന്ന ആളുടെ പേർക്ക് എഴുതി കൊടുക്കണം. അതൊരു ചതിയല്ലേ? ആഹാ, അതൊരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ ചതിയല്ലേ ഈ ഇത്? നിന്നെ ഒരുത്തനെ വിശ്വസിച്ച 10 ലക്ഷം റുപ്യ നീ പറഞ്ഞ പന്നിക്ക് ഞാൻ കൊണ്ടേ കൊടുത്ത്. അതും വെണ്ടർ ശിവൻപിള്ളയുടെ മകൻ കൃഷ്ണകുമാറിന്റെ പണം. ഈ കൃഷ്ണകുമാർ ആണെങ്കിലോ ക്യാഷിന്റെ കാര്യത്തിൽ മഹാ തെണ്ടിയും. ഇവന്റെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് ആ പൊരയില്. അതിപ്പോ എന്താ ചെയ്യാ? ഇറക്കി വിടണം, വേറെന്ത് ചെയ്യാനാ? അപ്പൊ അവരെവിടെ പോവും? താൻ കുറച്ചു കാലം അവരെ കൊണ്ട് തേക്കടി ആര്യനിവാസിലോ കുമരകൻ ടാജിലോ അല്ലെങ്കിൽ തൃശ്ശൂർ രാമനിലത്തിലൊക്കെ പോയി സ്റ്റേ ചെയ്യേ. താങ്ങല്ല, വലിയ ചെലവാ. ലീലക്കെമ്മിൻസ്കേലോ അവര് വെറുതെ കിടത്തു. ഒറ്റ താങ്ങിന് അടിപറ്റ താഴെയുള്ള മർമ്മത്ത് വെച്ച് തന്നാണ്ടല്ലോ. ആ RB നായരുടെ കൂടെ കൂടി ഈ പാവപ്പെട്ടവരെ ചതിക്കാൻ കൂട്ടി നിൽക്കുമ്പോ ഓർക്കണായിരുന്നല്ലോ എച്ചിക്കട്ടച്ചുതാ. അയാൾ എന്നെ ചതിച്ച് മുങ്ങിയത് അതൊരു കൂട്ടുകൃഷി ആയിരുന്നില്ല. അപ്പൊ എടുക്കണോ എവിടെന്ന് വെച്ചാ? ബാംഗ്ലൂര് മൈസൂർ എവിടെന്ന് വെച്ചാ പോ. വണ്ടിക്കാശ് വേണ്ടി ഞാൻ തന്നേക്കാം. ആ തമ്പി സാറേ, ഇയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന ഒരു വീട്ടിൽ ചെന്ന് ഒഴിപ്പിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. മാന്യമായി കൈകാര്യം ചെയ്യണം. അത് തന്നെ പറയാനാ ഞാൻ വന്ന്. സാറ് തന്നെ പോണം. അപ്പൊ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഉവ്വ്. തമ്പി സാറേ, കൃഷ്ണകുമാർ സാറേ, വീണു വീഴണം.